ഹായ് ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ സ്പെഷ്യലി എല്ലാത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ വളരെ രുചികരമായ പൊട്ടാറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഓയിലൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് മിസ്സാകാതിരിക്കാൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. അപ്പോൾ ശരി, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ രണ്ടൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ കുറച്ച് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 3/4 സ്പൂണോളം അത് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം ഒരു 1/4 സ്പൂണോളം നമുക്ക് നമ്മുടെ ഗരം മസാലപ്പൊടി കൊണ്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂണോളം നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ഒരു 1/2 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണോളം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു നാരങ്ങൻ്റെ പകുതിയുടെ നീരെടുത്തിട്ട് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മസാലാക്കി എടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് ആവശ്യത്തിന് കുറച്ച് നമുക്കൊരു വെള്ളവും ആഡാക്കി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാണ്ട് ആ കിഴങ്ങിൽ നന്നായിട്ടൊന്ന് മസാല നമുക്കൊന്ന് പിടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എന്തായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നാലേ ഉള്ളൂ നമ്മൾ ഈ പൊട്ടാറ്റോ ഫ്രൈ റെസിപ്പി അടിപൊളി ഒരു ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാകുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി കുറച്ചും കൂടി പരിപാടിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമുക്ക് നമ്മൾ കിഴങ്ങ് എടുക്കുന്നതിനനുസരിച്ചിട്ട് കുറച്ച് റവ എടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കിഴങ്ങൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 സ്പൂണോളം കാശ്മീരി മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതായിരിക്കുമ്പോൾ ഇതിൽക്കും കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എരിവ് നമ്മൾ മറ്റേ മസാല ആക്കുമ്പോഴും കുറച്ച് എരിവൊക്കെ ഇട്ട് കൊടുത്തതാണല്ലോ. അതിനുശേഷം ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ നമ്മളെ മസാലാക്കി വെച്ച പൊട്ടാറ്റോ. അത് എടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സാധാ നമ്മൾ കോട്ട് ചെയ്തെടുക്കുമല്ലോ അതുപോലെ അതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ റവ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് തന്നെ നമുക്ക് കോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി നമ്മുടെ കുട്ടികളെ ലഞ്ച് ബോക്സിലും സ്നാക്സ് ബോക്സിലും ഒക്കെ കൊടുത്തയക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ഈവനിങ് ചായൻ്റെ കൂടി സൂപ്പറാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഈ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് 2-3 സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു 2 സ്പൂണോളം നെയ്യ് തടവി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് മുക്കി പൊരിക്കൊന്നും അല്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ വെറുതെ ഒരു ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ചൂടായ പാനിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ സൈഡ് ആകുന്നതിന് ശേഷം നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി പൊട്ടാറ്റോ ഫ്രൈ റെഡിയാവും. ഫസ്റ്റ് ടൈമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കിഴങ്ങൊക്കെ വെന്ത് കിട്ടും. ഇനി നമുക്കിതൊരു സെർവ് ചെയ്യാം. അപ്പോൾ പൊട്ടാറ്റോ ഇഷ്ടമുള്ളവർ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് കൂടിയാണ്. ചൂട് ചായൻ്റെ കൂടെയൊക്കെ നല്ല ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒപ്പി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ചെറുതായിട്ട് നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്തത് കാരണം നല്ല പുളിയും അതുപോലെ തന്നെ നല്ല ഒരു എരിവും നല്ലൊരു ഇഞ്ചിയും വെളുത്തുള്ളി അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു നല്ല സൂപ്പർ ഐറ്റാണ്. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ അറിയിക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ പൊട്ടാറ്റോ ഫ്രൈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇൻഷാ അല്ലാഹ് അപ്പോൾ അടിപൊളി ഒരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.